ட்விஸ்ட்டு எதிர்பார்த்தேன். ஆனால் லாஸ்ட் அந்த ட்விஸ்ட் அவங்க கொண்டு வரல. நான் நல்லா எக்ஸ்பெக்ட் பண்ணேன். ஒருவேளை சும்மா வந்திருந்தால் நல்லா இருந்தது. ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള പടങ്ങളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ കത്തിയും അതും ഇതും ഒന്നും അല്ല എടുക്കേണ്ടത്. അതിൽ അടിയുണ്ടോ പിടിയുണ്ടോ എന്നല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഈ തിയേറ്ററിൽ നോക്കിയ ആൾ കുറവാണ്, പക്ഷേ നല്ലത് ആളുകൾക്ക് തിരിച്ചറിഞ്ഞൂട. അതാണ് ഈ ലോകം. പണ്ടുള്ള അലൈബായ് ഇതൊക്കെ വന്ന സമയത്തൊന്നും ആരും അങ്ങ് അത്രത്തോളം അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ കുറേ അന്ന് മുതൽ തന്നെ ടോപ്പായിരുന്നില്ലേ, അപ്പോൾ മുതൽ ഓടണമായിരുന്നു. പരസ്യമൊന്നും കൊടുത്തിട്ടില്ല, പരസ്യമില്ല. ആളുകൾക്കെല്ലാം ഈ പോസ്റ്റർ പോലും നിറയെ ഒന്നും പുറത്തില്ല. ഇപ്പം നമുക്ക് ഈ സിനിമയെക്കുറിച്ച് അറിയാമെന്നുള്ളത് എ ആർ റഹ്മാൻ ഉള്ളതുകൊണ്ട് നമ്മൾ വരുന്നു എന്നുള്ളതാണ്. അജയൻ്റെ വീട് പഴയ മൂവീസിന് വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഇറങ്ങി ബ്രദർ മൂവിയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ஃபஸ்ட் ஹாஃப் കുറച്ച് ஸ்லோ ஆയിരുന്നു, செகண்ட் ஹாஃப் ஃபீல் குட் மூவி. ஒரு வாட்டி பார்க்கலாம். நித்யாமேனன் நல்லா பண்ணிருக்காங்க. ஒரு ப்ரெடிக்டபிளாக இருந்துச்சு ஸ்டோரி. மற்றபடி ஒரு ஃபீல் குட் மூவி நல்லா இருந்துச்சு. நான் நல்லா எக்ஸ்பெக்ட் பண்ணேன். ஒருவேளை சும்மா வந்திருந்தா நல்லா இருந்திருக்கு. சூப்பராக தான் இருந்துச்சு. எல்லாருமே ஃபேமிலியாக பார்க்கலாம். அந்த படம் நல்லா இருந்துச்சு. நல்லா இருக்குண்ணா, நைஸாக இருக்குது. பரவாயில்ல, ஓகே தான், என்டர்டெயின்மெண்ட்டாக இருக்குது. ட்விஸ்ட்டு எதிர்பார்த்தேன். ஆனால் லாஸ்ட் அந்த ட்விஸ்ட் அவங்க கொண்டு வரல. அப்படி சிம்பிளாக முடிச்சுட்டாங்க, தரிசிட்டாங்க. சொல்கிறது பெருசாக இல்லை, என்டர்டெயின்மெண்ட்டாக ஃபேமிலியாக வந்து பார்க்கலாம். பெட்டர் தான். ഫുള്ളാണ് സിനിമ, കുഴപ്പമില്ല. നല്ല സിനിമയാണ്, ഫാമിലി മൂവിയാണ്. ഫാമിലിയാണ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയ മൂവിയാണ്. അജയൻ്റെ വീട് പഴയ മൂവീസിന് വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഇറങ്ങി ബ്രദർ മൂവിയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മൂവി തന്നെയാണ്. എടുത്തു പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വാഷൻ മൂവിയാണ്, നല്ല ഫാമിലി മൂവിയാണ്. എങ്കെയും കഥ വായ്പായിട്ടല്ല, ഫാമിലി കൂടുതൽ സെൻറ്റിമെൻ്റൽ ഇത് ടൈപ്പായിട്ടാണ് മൂവി കൊണ്ടുവന്നിരിക്കുന്നത്. മാക്സിമം കണ്ടിരിക്കുക. വൺ ടൈം വാച്ചഡ് മൂവിയാണ്. അടിപൊളിയാണ്, കൊള്ളാം. എക്സ്പെക്ട് ചെയ്തൊന്നല്ല, മൂവിയുടെ നെയിം കണ്ടിട്ട് തന്നെയാണ്. ചേട്ടാ സൂപ്പർ സിനിമയാണ്. എ ആർ റഹ്മാൻ്റെ ആ മ്യൂസിക് മാത്രം മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. ശരിക്കും ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള പടങ്ങളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ കത്തിയും അതും ഇതും ഒന്നും അല്ല എടുക്കേണ്ടത്. സൂപ്പർ സിനിമയാണ്, സൂപ്പർ സിനിമ. എ ആർ റഹ്മാൻ ഒന്നും തന്നെ മതി. ശരിക്കും ഇതുപോലുള്ള സിനിമ കാണാൻ ആളുകൾ ക്ഷമിച്ച് ഇരിക്കണം. അല്ലാതെ അതിൽ അടിയുണ്ടോ പിടിയുണ്ടോ എന്നല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഈ തിയേറ്ററിൽ നോക്കിയ ആൾ കുറവാണ്, പക്ഷേ നല്ലത് ആളുകൾക്ക് തിരിച്ചറിഞ്ഞൂട. അതാണ് ഈ ലോകം. ശരിക്കും നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്, കാണേണ്ട സിനിമയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ളൊരു തീർച്ചയായിട്ടും വരണം. നിറയെ കാര്യങ്ങൾ പേരൻസിന് മറ്റു കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അത് ഒരു സിനിമയിൽ കൂടെ കാണിച്ചു കൊടുത്താൽ അവർക്ക് കുറച്ച് എളുപ്പമാണ് ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതിലുള്ള നല്ലത് കാണിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും വരണമെന്നുള്ളതാണ് മെസ്സേജല്ല. ഇന്നത്തെ ലോകത്ത് ശരിക്കും മനുഷ്യന് ആദ്യം മനസ്സമാധാനമായിട്ടിരുന്ന ഒരു സിനിമ കാണാനെങ്കിലും പഠിക്കണം. ഇങ്ങനെ ഓടിക്കയറി പെട്ടെന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതിനെയൊക്കെ നല്ലതെന്ന് പറയാതെ ഇപ്പോഴും നമ്മൾ എന്താണ് അതിലെന്തെങ്കിലും പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ശ്രദ്ധിച്ച് പിള്ളേർ അങ്ങനെ സിനിമ ആസ്വദിക്കാൻ പഠിപ്പിക്കണം. ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ഡാൻസ് ഒന്നും കാണിച്ചല്ല ആളുകൾ ഇരുത്തേണ്ടത്. അതൊക്കെ പണ്ടത്തെ സിനിമയായിരുന്നു. ഇനി കാണേണ്ടത് ശരിക്കും എങ്ങനെയാണ് ഒരു സിനിമ ആസ്വദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കേണ്ടതാണ്. അതാണ് എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടത്. പക്ഷേ അത് വേറെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ആരുമില്ല. ഒരു ട്രെൻഡിൻ്റെ പുറകെ പാഞ്ഞ് എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാമെന്നല്ലേ എപ്പോഴും നോക്കുന്നത് സിനിമകൾ. അങ്ങനെയൊന്നും അല്ല, അതല്ല സിനിമ. ലോകം അങ്ങനെയുള്ള അല്ല സിനിമ പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും അല്ലേ. അത് ഒരുപാട് ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സിനിമ നല്ലതെന്ന് പറയും. അങ്ങനെയുള്ള സിനിമകളാണ്. പണ്ടുള്ള അലൈബായ് ഇതൊക്കെ വന്ന സമയത്തൊന്നും ആരും അങ്ങ് അത്രത്തോളം അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ കുറേ അന്ന് മുതൽ തന്നെ ടോപ്പായിരുന്നില്ലേ, അപ്പോൾ മുതൽ ഓടണമായിരുന്നു. ഒരു കാലത്ത് ശരത് കുമാറിൻ്റെ സിനിമയൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരുന്നു. ആ കാലമൊക്കെ മാറി ഇപ്പോൾ എന്താണ് മലയാളത്തിൽ വെറുതെ കുറച്ച് സീൻസ് കുറേ കാണിച്ചപ്പോൾ അത് കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടില്ല, പക്ഷേ നാളെയൊക്കെ ഇതുപോലെയുള്ള സിനിമകൾ തന്നെയാണ് നിറയെ പേര് കാണാൻ പോകുന്നത്. പരസ്യമൊന്നും കൊടുത്തിട്ടില്ല, പരസ്യമില്ല. ആളുകൾക്കെല്ലാം ഈ പോസ്റ്റർ പോലും നിറയെ ഒന്നും പുറത്തില്ല. ഇപ്പം നമുക്ക് ഈ സിനിമയെക്കുറിച്ച് അറിയാമെന്നുള്ളത് എ ആർ റഹ്മാൻ ഉള്ളതുകൊണ്ട് നമ്മൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എ ആർ റഹ്മാൻ്റെ ഈ ലോകം ആവശ്യപ്പെടുന്ന എ ആർ റഹ്മാൻ നമുക്ക് മാത്രം ആവശ്യമില്ലാതെ വരികയാണ്. അത്രയ്ക്ക് വാല്യൂ ഉള്ള സംഭവങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ല. ശരിക്കും ജനങ്ങൾക്ക് എന്താണ് നല്ലതെന്ന് അറിയില്ല. അതാണ് തീർച്ചയായിട്ടും. അതിൽ നമ്മൾ മലയാള സിനിമയിലൊക്കെ ഒരുപാട് കാലം കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്ന ഒരു അത്രയ്ക്ക് അച്ചടക്കമുള്ള അഭിനയമാണ്. ഉറപ്പായിട്ടും ഒരു സ്റ്റാർഡം അല്ലല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ. സ്റ്റാർഡം അല്ല, എല്ലാവരും ആണ് സിനിമയിലെ സ്റ്റാറുകൾ. അല്ലാതെ ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ടാവരുത്. അപ്പോൾ ശരിക്കും ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് കൂടെ ചേർത്തിരിക്കുന്നു നന്നായിട്ട്. അവരെയാണ് കൂടുതൽ ശക്തമായിട്ട് കാണിച്ചിരിക്കുന്നത്. നന്നായിരിക്കുന്നു. ഒരു മണിരത്നം സ്റ്റൈൽ എന്നെ പിടിച്ചിരിക്കുന്നു. പാട്ടുകളിലൊക്കെ അതേ മണിരത്നത്തിൻ്റെ അതേ ഒരു തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മണിരത്നം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഓപ്പണിങ് കിട്ടും. ഇതൊരു സ്ത്രീ കഥാപാത്രം, ഒരു ഡയറക്ടർ ആയതുകൊണ്ട് അത്രത്തോളം എപ്പോഴും എന്താണ് ആളുകൾ അംഗീകരിച്ച് കൊടുക്കണമെന്നില്ല. പിന്നെ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയാണ്. ഇതൊന്നും കണ്ടില്ലെങ്കിലാണ് നഷ്ടം അല്ലേ. ഈ പറയും പണ്ട് ഇപ്പോൾ ഈ എന്നെ ഇഴുക്കതെന്നുള്ള സോങ്ങൊക്കെ വീഡിയോ പ്രത്യേകം ഇട്ടിരിക്കുകയാണ്. അതൊന്നും അല്ല ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ അത് രണ്ട് തരത്തിൽ ചിത്രീകരിച്ചൊക്കെ കാണിക്കുന്നതൊക്കെ ശരിക്കും ഒരു പുതിയ ട്രെൻഡാണ്. തീർച്ചയായിട്ടും സന്തോഷമായിട്ട് ഒരു സിനിമ അവസാനം വരെ അങ്ങനെ ഒരു ലാഗായിട്ടൊന്നും തോന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുക. ഉറപ്പാണ് നഷ്ടമൊന്നുമില്ല. എ ആർ റഹ്മാൻ്റെ ആ പാട്ടുകൾ തന്നെ മതി. ശരിക്കും എ ആർ റഹ്മാൻ്റെ പാട്ടില്ല ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇന്നത്തെ പണ്ടത്തെ സിനിമ പെട്ടെന്ന് വിജയിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 പാട്ടുകൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിരിക്കും. ഇപ്പം അങ്ങനെയൊന്നും അല്ല സിനിമ, അങ്ങനെയല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാം അങ്ങനെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങനെ പോകണമെന്നുള്ളതാണ്. നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോഴത്തെ ട്രെൻഡിന് ആവശ്യമുള്ളതാണ്.
ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ അല്ല മെസ്സേജാണ് അല്ല ഈ കാലഘട്ടത്തിൻ്റെ ആ ഒരു സംഭവങ്ങളാണ് അതിൽ പറയുന്നത്. സ്ത്രീ ഓറിയൻ്റ് ആയിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നമ്മുടെ ആ ഫിലിമിനെ പിടിച്ചിരുന്നത്. അതാണ് നമ്മൾ അത്രയും അങ്ങ് അറ്റം വരെ കൊണ്ടുപോകുന്നത്. ആവശ്യത്തിനുണ്ട്.